ഒരു പണി അറിയാവുന്ന ഒരു കൊല്ലന്റെ ആലയം ഒരിക്കലും ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് പുറത്തു വരില്ല എന്ന് പറയുന്ന ആ ഒരു ഫീലാണ് എനിക്ക് ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ അഹമ്മദ് കബീർ അണിയിച്ചൊരുക്കിയ കേരള ക്രൈം ഫയൽ സീസൺ 2 അനുഭവപ്പെട്ടത്. സാധാരണ ഇത്തരത്തിലുള്ള ഒരു പോലീസ് ഡ്രാമ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ അവയെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്ടേഷൻ എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചിന്തിച്ചു കൂട്ടി ആ സിനിമയോട് കൂടെ അല്ലെങ്കിൽ സീരീസിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു വെക്കുന്നത് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെയും ബോധപൂർവം ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ഈ സീരീസിൽ വളരെ മനോഹരമായിട്ട് നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് മറ്റുള്ള ആ സീരീസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന ആ ഒരു ഘടകം എനിക്കിതിൽ തോന്നിയത് ഇതിന്റെ പേസാണ്. ഇത് വളരെ സ്ലോ ആയിട്ട് തുടങ്ങി സ്ലോ ആയിട്ട് മുന്നോട്ട് പോയി സ്ലോ ആയിട്ട് അവസാനിക്കുന്ന ഒരു സിമ്പിൾ ഫീൽ തരുന്ന, എന്നാൽ വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന, നമ്മൾ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എക്സിക്യൂഷൻ വന്നു ചേർന്നിട്ടുള്ള ഒരു സീരീസ് കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ബാഹുൽ രമേശിന്റെ മുൻപത്തെ സിനിമയിൽ നമ്മൾ കിഷ്കിന്ധകാണ്ഡം കാണുന്ന സമയത്ത് വളരെ മൂടിയായിട്ടുള്ള ഒരു കഥയും കഥാസന്ദർഭവും ഒക്കെയാണ് ആ സിനിമയിലുള്ളത്. ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതിലുള്ളത്. അതിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് മെറ്റഫോറിക്കലി 3 വൈസ് മങ്കീസ്, ഒരു 3 കുരങ്ങന്മാരുടെ ആ ഒരു സാഹചര്യത്തിലോട്ട് അതിലെ കഥാപാത്രങ്ങളെ കൊണ്ടു ചേർക്കുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു അനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെ അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ട് മറന്ന സീരീസുകളോ അല്ലെങ്കിൽ സിനിമകളിലോ ഞാൻ ഇതുവരെ അങ്ങനെ കാണാത്ത തരത്തിലുള്ള ഒരു കഥാസന്ദർഭമാണ് ഈ സീരീസിലുള്ളത്. അത് കൂടുതൽ എലാബറേറ്റ് ആയിട്ട് പറയുന്നില്ല എന്താണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ബാഹുൽ രമേശ് ഒരു അനിമൽ ലവർ കൂടിയാണെന്ന്. അദ്ദേഹത്തിന്റെ ആ ചിന്തയിൽ നിന്ന് വന്ന ആ ഒരു എലമെന്റ് എന്താണെന്ന് പറയുന്നില്ല. അത് സീരീസ് കണ്ട് തീർക്കുമ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിലെ കാസ്റ്റ് ആണ്. എങ്ങനെയാണ് അവർ ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്യുന്ന രീതി, എസ്പെഷ്യലി പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ച അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച അർജുൻ രാധാകൃഷ്ണന്റെ SI നോബിൾ നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സീരീസ് ഒക്കെ കാണുന്ന സമയത്ത് വളരെ ഹൈ IQ, അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ വളരെ റൂഡായിട്ട് പെരുമാറുന്ന, വളരെ ഇന്റലിജന്റ് ആയ അത്തരത്തിലുള്ള നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് ഇനീഷ്യൽ ടൈമിൽ തന്നെ ഇത്തരത്തിലുള്ള ക്യാരക്ടറുകൾ കാണിക്കുക. പക്ഷെ ഈ ഒരു സീരീസിലോട്ട് വരുന്ന സമയത്ത് അദ്ദേഹം വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. അദ്ദേഹത്തിന്റെ ഫ്ലോസ്, അദ്ദേഹത്തിന്റെ കുറവുകൾ അദ്ദേഹം ഉൾക്കൊള്ളുകയും അദ്ദേഹം പുതിയതായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഈഗോയിസ്റ്റിക് അല്ലാതെ പ്രവർത്തിക്കുന്ന, അദ്ദേഹം ചെന്ന് ചേരുന്ന ആ ഒരു ഏരിയയിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ജോലി എന്താണോ അത് നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുന്ന നല്ല മനസ്സുള്ള ഒരു പോലീസ് ഓഫീസർ. അത് ആദ്യ അവസാനം നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ സ്റ്റെപ്പും അദ്ദേഹം ഫോളോ ചെയ്ത് പോകുമ്പോൾ നമുക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായി തന്നെ ഈ SI നോബിൾ എന്ന് പറയുന്ന കഥാപാത്രം അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ ഇവർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമ്മുടെ ലാൽ സാർ ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ടായി അദ്ദേഹം ഇന്ദ്രൻസിനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഇന്ദ്രൻസിന്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് വി കാൺ ജഡ്ജ് ഇന്ദ്രൻസ് ചേട്ടൻ അടുത്തത് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ആ ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ എന്താണ് വിചാരിക്കുക അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾക്ക് പല തവണയായിട്ട് ഇന്ദ്രൻ ചേട്ടൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിലോട്ടുള്ള ഒരു പുതിയൊരു അഡീഷൻ കൂടിയാണ് ഇതിലെ CPO അമ്പിളി രാജു. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു CPO, ആ ഒരു തരത്തിലുള്ള ഒരു CPO ആണ് ഈ ഒരു സീരീസിൽ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ആളുകളെ കൈകാര്യം ചെയ്യുന്ന, ഓരോ ആളുകളെ ഓരോ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു CPO, ഒരു വ്യക്തിത്വമായിട്ടാണ് ഇന്ദ്രസേട്ടൻ ഈ സീരീസിൽ അഭിനയിച്ചിട്ടുള്ളത്. മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ത്രില്ലർ സീരീസൊക്കെ വരുന്ന സമയത്ത് ഫ്ലാഷ് ബാക്ക് ഏരിയയിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു കല്ലുകടിയായിട്ട് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. വളരെ ഏച്ചുകെട്ടൽ പോലെ പല സാഹചര്യങ്ങളിലും അനുഭവപ്പെടാറുണ്ട്. ഏത് കഥയെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അതിലോട്ട് കൊണ്ടു ചെന്ന് ചേർക്കാൻ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ആഡ് ചെയ്ത ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ സീരീസിന് എന്താണോ വേണ്ടത്, ഈ സീരീസ് ഏത് കഥാതന്തുവുമായിട്ടാണോ മുന്നോട്ട് പോകുന്നത് അതിനെ വളരെ മനോഹരമായിട്ട് ബാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കിഡിലൻ ഫ്ലാഷ് ബാക്കും ഈ സീരീസിലുണ്ട്. നമുക്ക് ചിന്തിച്ചു കൂട്ടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണോ, നമ്മൾ ആരെയാണോ ഈ ക്രൈം ചെയ്തതായിട്ട് വിചാരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് കൂടിയാണ് ഈ
സീരീസിന് വന്നിട്ടുള്ളത്. അത് എല്ലാവർക്കും ചിലപ്പോൾ ഡൈജസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ട്, അത് അവർ വളരെ ബോധപൂർവം ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ട് ചെയ്ത ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മേ ബി അവർക്കിതിൽ ഒരുപാട് വയലന്റ് എലമെന്റുകൾ ഷൂട്ട് ചെയ്ത് കാണിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് കൂടി അവരിതിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ സീരീസിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സീരീസ് നിങ്ങളോട് വളരെ 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 നിർബന്ധപൂർവ്വം കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ള കേരള ക്രൈം ഫയൽ സീസൺ 2. 6 എപ്പിസോഡുകളുള്ള ഈ സീരീസ്, ഓരോ എപ്പിസോഡും 20 മിനിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഒരു ബിഞ്ച് വാച്ച് ആയിട്ട് ഞാൻ കണ്ട വൺ ഓഫ് ദ സ്ലോ പേസ്ഡ് പോലീസ് ക്രൈം ഡ്രാമയാണ് കേരള ക്രൈം ഫയൽ സീസൺ 2.